പരിശുദ്ധ കർത്താവേ, ഞങ്ങൾക്ക് നന്ദി പറയുന്നു. നിന്റെ വചനത്തിന് മുമ്പാകെ ഞങ്ങളായിരിക്കുമ്പോൾ നിന്റെ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. ഈ ആഴ്ചത്തേക്ക് ആവശ്യമായിട്ടുള്ള ചിന്തകൾ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ, അനുഗ്രഹത്തിന് നിദാനമായ ചിന്തകൾ നീ ഞങ്ങൾക്ക് നൽകണമേ. പറയുന്നതായിട്ടുള്ള അടിയൻ്റെ ജീവിതത്തിലെ കുറവുകൾ അവിടുന്ന് ക്ഷമിക്കണമേ. പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിലെ കുറവുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. നീ ഞങ്ങളോട് സംസാരിക്കണമേ. ക്രൂസിന്റെ മറവിൽ നിർത്തണമേ. നിന്റെ നാമം മാത്രം ഉയർന്നിരിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവസന്നിധിയിൽ ഇങ്ങനെ നിൽക്കാനായിട്ടും ദൈവത്തിന്റെ വചനം ചിന്തിക്കാനായിട്ടൊക്കെ ദൈവം നൽകുന്ന അവസരങ്ങൾക്കായിട്ട് ഞാൻ തീർച്ചയായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ലഭിക്കുന്ന അവസരങ്ങൾ ഓരോന്നും എത്ര വിലപ്പെട്ടതാണ് എന്ന് നമുക്ക് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. കഴിഞ്ഞ ആഴ്ചകളിലേക്കൊക്കെ നാം ഒന്ന് പത്രങ്ങളും അല്ലെങ്കിൽ ടി വിയൊക്കെ നമ്മളൊന്ന് നോക്കുന്ന സമയത്ത് ദുഃഖിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് നമ്മളെല്ലാവരും വിഷമിപ്പിച്ചായിട്ടുള്ള ഒരു വാർത്തയാണ് ചാർലി കിർക്ക് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ചെറുപ്പക്കാരന്റെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വേർപാട്. ദൈവത്തിന് വേണ്ടിയിട്ട്, ദൈവവചനത്തിന് വേണ്ടിയിട്ട് ചില നിലപാടുകൾ എടുക്കുകയും അത് തന്റെ നിലപാടുകൾ യാതൊരു മടി കൂടാതെ പറയുകയും അനേകരെ ദൈവവചനത്തിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ ഒരു വചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതത്തിലേക്ക് ആളുകളെ ആഹ്വാനം ചെയ്തായിട്ടുള്ള ചെറുപ്പക്കാരന്റെ മരണം അത് അപ്രതീക്ഷിതമായിരുന്നു. അത് പലരുടെയും ജീവിതത്തിൽ അതൊരു വലിയൊരു വേദനയ്ക്കും ഒക്കെ മുഖാന്തരമായിട്ട് തീർന്നു. എന്തുകൊണ്ട് ദൈവം ജീവിതത്തിൽ ഇതൊക്കെ അനുവദിക്കുന്നു എന്നുള്ള കാര്യം ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് ചിന്തിക്കാനായിട്ട് ഇടയായി തീർന്നു. എന്തുകൊണ്ട് ദൈവം അദ്ദേഹത്തെ ഇത്ര പെട്ടെന്ന് വിളിച്ചു? അതുപോലെ തന്നെ ചില നാളുകൾക്ക് കഴിഞ്ഞ ആഴ്ചയിൽ വന്ന പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു വാർത്തയാണ്. അത് നമ്മളെ ഇവാഞ്ചലിക്കൽ സർക്കിളിലുള്ള ആളുകളെ സംബന്ധിച്ച് അത്ര ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും കാത്തലിക് ചർച്ചിൽ ഒരു ചെറുപ്പക്കാരൻ 15 വയസ്സുള്ള ഒരു കാർലോ അക്യൂട്സ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനെ അവർ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു. അതായത് കത്തോലിക്ക സഭയുടെ അവസ്ഥയൊക്കെ നമുക്കറിയാം. യൂറോപ്പിലൊക്കെ ഒരുപാട് ചെറുപ്പക്കാര് സഭയിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചെറുപ്പക്കാരെ സഭയിലേക്ക് കൊണ്ടുവരാനായിട്ട് തന്റെ ജീവൻ മുഴുവനും വേർതിരിച്ച ചെറുപ്രായത്തിൽ തന്നെ അനേകരെ സ്വാധീനിച്ചതായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു അദ്ദേഹം. ഈ കാർലോ എന്ന് പറയുന്ന ഒരു ഇറ്റലിക്കാരൻ. അദ്ദേഹത്തിന് വളരെ ചെറുപ്പത്തിൽ ബ്ലഡ് ക്യാൻസർ വരികയും അതിവേദനയാൽ താൻ കടന്നു പോവുകയും ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയും ചെയ്തു. 15 വയസ്സേ താൻ ജീവിച്ചുള്ളെങ്കിൽ പോലും അനേകരെ ആ കാത്തലിക് ഫെയ്ത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചു. അതുപോലെ തന്നെ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ എന്നെ വേദനിപ്പിച്ച മറ്റൊരു വാർത്ത ഇതായിരുന്നു. നമുക്കറിയാം, നമ്മുടെ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതായിട്ടുള്ള ചില ആളുകളാണ്, പ്രത്യേകിച്ച് റിക്കി സഹോദരനെ, അതുപോലെ അവരുടെ ആ ഫത്തേപൂരിൽ ഉണ്ടായതായിട്ടുള്ള ആ ഇഷ്യൂസ്, ആ പ്രയാസത്തിലൂടെ കടന്നുപോയി ജയിലിലായിരുന്ന ഒരു ദൈവദാസന്റെയും അദ്ദേഹത്തിന്റെ ആ ഭാര്യയുടെയും ജീവിത അനുഭവങ്ങൾ എനിക്കൊന്ന് കേൾക്കാനായിട്ട് തീർന്നു. കർത്താവിനോട് സുവിശേഷത്തിനോട് നിന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ ഒരു കാരണവുമില്ലാതെ അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിടുകയും പ്രയാസത്തിലൂടെ ബുദ്ധിമുട്ടിലൂടെ താൻ കടന്നു പോവുകയൊക്കെ ചെയ്തു. സോ ഇങ്ങനെ ഒക്കെ ഈ ഒരു വാർത്തകളൊക്കെ കണ്ടപ്പോൾ ദൈവം എന്തുകൊണ്ട് ലോകത്തിൽ കഷ്ടത അനുവദിക്കുന്നു? ഈ ചാർലി ക്രിക്കിനെ പോലെ, അല്ലെങ്കിൽ ഈ കാർലോസിനെ പോലെ, അല്ലെങ്കിൽ ഈ ഫത്തേപൂരിൽ കടന്നു പോയതായിട്ടുള്ള വിശ്വാസികളിലൊക്കെ അവർ ഒരു തെറ്റും ചെയ്തിട്ടല്ല, അവരുടെ ജീവിതത്തിൽ കുറവുകളൊന്നും ഇല്ല. എങ്കിലും എന്തുകൊണ്ട് അവർക്ക് ഇതൊക്കെ ദൈവം അനുവദിക്കുന്നു എന്നുള്ളത് ഞാൻ വീണ്ടും വീണ്ടും ചിന്തിച്ച സമയത്ത് ഞാനൊരു അവസാനമായ ഒരു ഉത്തരം ഇങ്ങനെയാണ് വന്നത്. പ്രത്യേകിച്ച് ഫത്തേപൂരിലുള്ള ആ സഹോദരി സാക്ഷ്യം പറഞ്ഞപ്പോൾ അവരുടെ ആ സാക്ഷ്യത്തിന്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത് എം.ഇ. ചെറിയ സാർ എഴുതിയൊരു പാട്ടിൽ പാടുന്നത് പോലെ, ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ആശ്വാസം എന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ എന്നാണ് ആളുകൾക്ക് പറയാനായിട്ട്. കഷ്ടമുണ്ട്, പ്രയാസമുണ്ട്, രോഗമുണ്ട്, നൊമ്പരപ്പെടുത്തുന്നതായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. എന്നാൽ ആശ്രയം യേശുവിൽ എന്നതിനാൽ നമ്മുടെ ജീവിതം വളരെ അനുഗ്രഹിക്കപ്പെട്ടതാണ്. കാരണം ആ കർത്താവിന്റെ ആശ്വാസം കർത്താവ് നമുക്ക് തരുന്നു, കഷ്ടതയിൽ തരുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം. കൂരിരുൾ മൂടും വേളകളിൽ, അതായത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൂരിരുളിന്റെ അനുഭവം, കാർമേഘാവൃതമായ അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും. കൂരിരുൾ മൂടും വേളകളിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ടുള്ള എന്താണ്? കർത്താവിന്റെ പാദം ചേർന്ന് വരിക. എന്നാൽ കാരിരും പാണിയൻ പാടുള്ള പാണിയാൽ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നെ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവിന്റെ ആ കരങ്ങളിൽ കാരിരുമ്പിന്റെ പാണിയുണ്ട്, കാരിരുമ്പിന്റെ പാടുണ്ട്. അതെന്താണ്? കർത്താവ് വേദന എന്താണ് എന്ന് കർത്താവിന് നന്നായിട്ട് അറിയാം. ഒരു പാട്ടുകാരൻ, വേദനയിൽ വേദനകൾ ഏതിനം എന്തെന്ന് അറിഞ്ഞവനാണ് നമ്മുടെ
കർത്താവ്. ആ വേദനകൾ അറിഞ്ഞ കർത്താവിന് നമ്മെ സഹായിക്കാനായിട്ട് കഴിയും. ആ വേദനയുള്ള, ആ കരങ്ങളുള്ള കർത്താവ് കരുണ നിറഞ്ഞവൻ, അവൻ നമ്മെ കാക്കും. വേദന എന്തെന്നറിഞ്ഞ ഒരു കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. നമ്മൾ ഈ ചാർലി ക്രിക്കിന്റെ ഒക്കെ അനുഭവത്തിൽ നാം നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആ സഹധർമ്മിണി പറഞ്ഞായിട്ടുള്ള വാക്കുകൾ നാം കേട്ട് കാണും. ഈ കാർലോസ് എന്ന് പറഞ്ഞിട്ടുള്ള മനുഷ്യന്റെ കഷ്ടതകൾ വന്ന സമയത്ത് ലോകം അദ്ദേഹത്തെ നോക്കി പരിഹസിച്ച് കാണും. എന്നാൽ ഇന്ന് തന്റെ ജീവിതം അനേകർക്കൊരു മോട്ടിവേഷനായിട്ട് മാറിയിരിക്കുന്നു. ഫത്തേപൂരിൽ ജയിലിൽ ആ വിശ്വാസികളെ സഹോദരന്മാരെ അടച്ചപ്പോൾ പിശാച് വിചാരിച്ചു കാണും ഇതുകൊണ്ടൊക്കെ അവസാനിച്ചു. എന്നാൽ സഭ ശക്തമായിട്ട് വളർന്നുകൊണ്ടേ ഇരിക്കുന്നു. ഇവരുടെയൊക്കെ ജീവിതത്തിൽ ചാൾസിന്റെ ജീവിതമായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ കാർലോയുടെ ജീവിതമായിക്കോട്ടെ, കഷ്ടതയിലൂടെ ജയിലിലൂടെ കടന്നു പോകുന്നതായിട്ടുള്ള ആളുകളുടെ അനുഭവങ്ങൾക്ക് ഒരു കൃത്യമായിട്ടുള്ള ഉത്തരം നമുക്ക് പറയാനായിട്ടില്ലെങ്കിലും നമുക്ക് ഒരു കാര്യം മാത്രം ഉറപ്പായിട്ട് പറയാം: കർത്താവ് കരുണയുള്ളവനാണ്, കർത്താവ് മനസ്സലിയുള്ളവനാണ്, കർത്താവ് ഈ കഷ്ടതയിൽ കൈവിടാത്തവനാണ്. ആമേൻ. ഇതന്നെയാണ് എല്ലാവരുടെയും. നമ്മുടെ കഷ്ടതകൾക്കൊരു ശരിയായ ഉത്തരം നമുക്ക് പറയാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ പോലും നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്താണ്? കരുണയുള്ള കർത്താവ്, മനസ്സലിയുള്ള കർത്താവ്, കൈവിടാത്തവനായിട്ടുള്ള കർത്താവ് ഈ കഷ്ടതയുടെ മധ്യത്തിലും നമ്മോട് കൂടെ ഉണ്ട്. ഞാൻ ഈ പറയാൻ പോകുന്നതായിട്ടുള്ള ചിന്ത, ഞാൻ കഷ്ടതയിലൂടെ കടന്നു പോയപ്പോൾ നിരാശയുടെ ഒരു നെല്ലിപ്പലക കാണുക എന്നൊക്കെ പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയ സമയത്ത് ഇനി ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ല, നിസ്സഹായതയിലെ ആ ഒരു പരകോടിയിൽ ദൈവം എന്നെ സഹായിച്ചതായിട്ടുള്ള ചില ചിന്തകളാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ ഇതിനോട് ചേർത്ത് ഇത് ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ കഷ്ടതകൾക്ക് ഒരു അർത്ഥമുണ്ട്. പ്രയാസങ്ങൾ കൈവിടുന്ന ഒരു കർത്താവല്ല നമ്മുടെ കൂടെ ഉള്ളത്. ലോകം നമ്മെ നോക്കി പരിഹസിക്കുമെങ്കിലും നമ്മുടെ കഷ്ടതകൾക്ക് എന്തുണ്ട്? ഒരർത്ഥമുണ്ട്. ആ കഷ്ടതയിലൂടെ നാം കടന്നു പോകുമ്പോൾ ആ കഷ്ടതയുടെ അവസാനം ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് കാണാനായിട്ട് കഴിയും. അല്പസമയത്ത് നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഉൽപ്പത്തി പുസ്തകം, ഞാൻ പറഞ്ഞ എന്റെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് ദൈവം എന്നോട് സംസാരിച്ചതായിട്ടുള്ള, ബലപ്പെടുത്തിയതായിട്ടുള്ള, ധൈര്യപ്പെടുത്തിയതായിട്ടുള്ള ചിന്തകളാണ്. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 9-ാമത്തെ അധ്യായത്തിന്റെ 8 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഞാൻ അത് ഒന്ന് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 9-ാമത്തെ അധ്യായം 8 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ജെനസിസ് ചാപ്റ്റർ 9 വേഴ്സസ് 8 to 17. ഇത് മലയാളത്തിൽ ഞാൻ വായിക്കാം. ദൈവം പിന്നെയും നമുക്കിതിന്റെ കോണ്ടസ്റ്റ് മനസ്സിലാക്കാൻ, പശ്ചാത്തലം മനസ്സിലാക്കാനായിട്ട് ഞാൻ ഇത്രയും വാക്യങ്ങൾ വായിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അത് മുഴുവനായിട്ടും ചിന്തിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം നോഹയോടും അവന്റെ പുത്രന്മാരോടും അരുളി ചെയ്തത്: ഇതാ ഞാൻ നിങ്ങളോടും നിങ്ങളുടെ സന്തതിയോടും ഭൂമി നിങ്ങളോടുകൂടെ ഉള്ള പക്ഷികളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളുമായ സകല ജീവജന്തുക്കളോടും പെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ട സകലവുമായി ഭൂമിയിലെ സകല മൃഗങ്ങളോടും ഒരു നിയമം ചെയ്യുന്നു. ഇനി സകല ജഡവും ജലപ്രളയത്താൽ നശിക്കുകയില്ല, ഭൂമിയെ നശിപ്പിപ്പാൻ ഇനി ഒരു ജലപ്രളയം ഉണ്ടാകുകയുമില്ല എന്ന് ഞാൻ നിങ്ങളോട് ഒരു നിയമം ചെയ്യുന്നു. നിയമം എന്നുള്ള വാക്ക് 2 പ്രാവശ്യം ഇപ്പോൾ വന്നു. പിന്നെയും ദൈവം അരുളി ചെയ്തത്: ഞാനും നിങ്ങളോട് കൂടെയുള്ള സകല ജീവജന്തുക്കളും തമ്മിൽ തലമുറയോളം സദാകാലത്തേക്കും ചെയ്യുന്ന എന്റെ നിയമത്തിന്റെ അടയാളം ആവിത്: ഞാൻ എന്റെ വില്ല് മേഘത്തിന്മേൽ വയ്ക്കുന്നു. അത് ഞാനും ഭൂമിയും തമ്മിലുള്ള നിയമത്തിന് ഒരു അടയാളമായിരിക്കും. ഞാൻ ഭൂമിയുടെ മീതെ മേഘം വരുത്തുമ്പോൾ മേഘത്തിൽ വില്ല് കാണും. അപ്പോൾ ഞാനും നിങ്ങളും സർവ്വജഡവുമായ സകല ജീവജന്തുക്കൾ തമ്മിലുള്ള എന്റെ നിയമം ഞാൻ ഓർക്കും. ഇനി സകല ജഡത്തെയും നശിപ്പിപ്പാൻ വെള്ളം ഒരു പ്രളയമായി വരികയില്ല. വില്ല് മേഘത്തിന്മേൽ ഉണ്ടാകും. ദൈവവും ഭൂമിയിലെ സകല ജഡവുമായ സകല ജീവികളും തമ്മിൽ എന്നേക്കുമുള്ള നിയമം ഓർക്കേണ്ടതിന് ഞാൻ അതിനെ നോക്കും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അതിന്റെ 13-ാമത്തെ വാക്യം വേഴ്സ് 13 മലയാളത്തിലാണ്: ഞാൻ എന്റെ വില്ല് അതിന്മേൽ വെക്കുന്നു. ഞാൻ എന്റെ വില്ല് മേഘത്തിൽ വെക്കുന്നു. 14-ാമത്തെ വാക്യത്തിൽ: ഞാൻ ഭൂമിയുടെ മീതെ മേഘം വരുത്തുമ്പോൾ മേഘത്തിൽ വില്ല് കാണും. അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ: വില്ല് മേഘത്തിൽ ഉണ്ടാകും. അല്ലെ? ഈ 3 കാര്യങ്ങളിൽ നിന്ന് മാത്രമാണ് ഞാൻ നിങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ എന്റെ വില്ല് മേഘത്തിന്മേൽ വെക്കുന്നു. ഈ മഴവില്ല് വളരെ മനോഹരമാണ്. വില്ല് വളരെ മനോഹരമാണ്. ഈ വില്ല് ഉണ്ടാകുന്നത് എങ്ങനെയാണ്?
മഴവിൽ ഉണ്ടാകുന്നെങ്കിൽ നമുക്ക് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. എന്താണ്? ഈ മേഘത്തിലൂടെ സൂര്യപ്രകാശം അരിച്ചിറങ്ങുമ്പോൾ അത് പല വർണ്ണങ്ങളായിട്ട് ആകാശത്തിൽ കാണുന്നു. അങ്ങനെയാണ് വില്ല് ഉണ്ടാകുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ, നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം, എല്ലാ കൂരിട്ടുള്ള മേഘങ്ങളിലും ഒരു മഴവില്ലിന്റെ സാന്നിധ്യം ഉണ്ട്. ഹല്ലേലൂയ! എല്ലാ മേഘത്തിലും ഒന്നുണ്ട്, ഒരു മഴവില്ലുണ്ട്. ആ മഴവില്ലിന്റെ സാന്നിധ്യം എല്ലാ ക്ലൗഡ്സിലും ഉണ്ട്. പക്ഷെ എല്ലാ മേഘത്തിലും റെയിൻബോ കാണണമെന്ന് ഇല്ല. ചില മേഘങ്ങൾ റെയിൻബോ ആയിട്ട് പരിണമിക്കുന്നു. ഈ ഭാഗം നാം ശ്രദ്ധിച്ചു വായിച്ചാൽ ഇത് ജലപ്രളയത്തിന് ശേഷം സംഭവിക്കുന്നതായിട്ടുള്ള കാര്യമാണ്. ജലപ്രളയത്തിന് ശേഷം നോഹയും എന്ത് ചെയ്തു? പുത്രന്മാരും ഈ പട്ടണത്തിൽ നിറങ്ങി. അപ്പോൾ ദൈവം അവരോട് സംസാരിക്കുന്നതായിട്ടുള്ള കാര്യമാണ്. ഈ നോഹയുടെ ആ കാലഘട്ടം വരെയും നോഹ ജീവിതത്തിൽ എന്ത് കണ്ടിട്ടില്ല? മഴ പെയ്യുന്നത് കണ്ടിട്ടില്ല. അതിനുശേഷമാണ് എന്ത് ചെയ്യാൻ ഭൂമിയിൽ മഴ എന്നുള്ള പ്രതിഭാസം തന്നെ ഉണ്ടായി വന്നത്. പിന്നീട് എന്തുണ്ടായി? ഈ മഴ പലപ്പോഴും നോഹയുടെ ജീവിതത്തിൽ കാണും. എന്താണ്? കാരിരുള്, ഈ ഇരുട്ട് അല്ലെങ്കിൽ ഈ മേഘം ഇങ്ങനെ ആകാശത്തിൽ വരുന്നതും ഇടിമിന്നുന്ന അനുഭവങ്ങളൊക്കെ നോഹ കാണുമ്പോൾ എന്തുണ്ടാകും? നോഹയ്ക്ക് ഒരു പേടി തോന്നുമായിരിക്കും. എന്താണ്? പഴയതുപോലെ ഇതുപോലെ ജലപ്രളയം വീണ്ടും വന്നാലോ? പക്ഷെ എന്താണ്? നീ പേടിക്കേണ്ട കാര്യമില്ല എന്ന് നോഹയെ ഓർപ്പിക്കാനായിട്ടാണ് എന്താണ് ഈ വില്ലവിടെ വന്നത്. ഓരോ ഇടി വെട്ടുമ്പോഴും ഓരോ കാർമേഘം കാണുമ്പോഴും നോഹ എന്ത് തോന്നും? എന്ത് വിചാരിക്കും? ഒരു വില്ല് അതിന്മേലുണ്ട്. ഇനി ഇതുപോലൊരു ഇനിയൊരു കാര്യം ജീവിതത്തിൽ ഉണ്ടാകുകയില്ല. പ്രിയ ദൈവമക്കളെ, ഇരുട്ടേറിയ മേഘാവൃതമായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇരുട്ടൊരു പക്ഷെ രോഗമായിരിക്കാം, നിരാശയായിരിക്കാം, സാമ്പത്തികമായ ഞെരുക്കമാകാം, മക്കളെ കുറിച്ചുള്ള ഭാവിയെ കുറിച്ചുള്ള ചിന്തകളായിരിക്കാം, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം. നമ്മുടെ ചുറ്റുമുള്ള ഓരോ കൂരിരുട്ടിലും ഒരു മേഘമുണ്ട്. ഒരു മേഘത്തിന്റെ ഒരു കൂരിരുട്ടിലും ഒരു റെയിൻബോയുടെ പ്രസൻസ് ഉണ്ട്. ദൈവം കൂടെയുള്ളപ്പോൾ എന്താണ്? എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഒരു അർത്ഥം ഉണ്ട്. ഈ ചാർൽസ് കിർക്കിന്റെ ജീവിതത്തിൽ സംഭവിച്ചതിലും ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. ദൈവത്തിന്റെ പ്രവൃത്തി അതിന്റെ പിന്നിലുണ്ട്. നമുക്കൊരു പക്ഷെ അത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ പ്രയാസത്തിലൂടെ കടന്നുപോയ സമയത്ത് ഫിലിപ്പി ലേഖനം 4-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം നമുക്ക് ഈ തരത്തിൽ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഫിലിപ്പി ലേഖനം 4-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. 4, 5, 6 വാക്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കും. വളരെ മനോഹരമായിട്ടുള്ള ഒരു ചിന്തകളാണ് ആ ഭാഗത്തുള്ളത്. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. ഇത് പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ, ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോൾ ഫിലിപ്പിയ സഭയോട് പറയുകയാണ്, നിന്റെ കാരുകളിൽ മൂടുന്ന അനുഭവങ്ങളുടെ ഒക്കെ മധ്യത്തിലും നീ എന്ത് ചെയ്യണം? എപ്പോഴും സന്തോഷിപ്പിൻ. അതിനുശേഷം അതിന്റെ 6-ാമത്തെ ഭാഗത്തിൽ പറയുകയാണ് എന്താണ്? ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. റിജോയ്സ് ഇൻ ദ ലോർഡ് ആൻഡ് ഡോണ്ട് ബി ആങ്ഷ്യസ്. പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, ഞെരുക്കത്തിന് അനുഭവമുണ്ട്. 2 കാര്യങ്ങളാണ് പൗലോസ് പറയുന്നത്. എന്താണ്? റിജോയ്സ് ഇൻ ദ ലോർഡ്. സെക്കൻഡ്, ഡു നോട്ട് ബി ആങ്ഷ്യസ്. അതിന്റെ കാരണം എന്താണ്? അതാണ് ഞാൻ ചിന്തിക്കാനായിട്ട് നിങ്ങൾ പറയേണ്ട ആഗ്രഹം. എന്താണ് കാരണം? ആ വാക്യത്തിൽ അത് തന്നെയുണ്ട്. 5-ാമത്തെ വാക്യത്തിന്റെ അവസാനത്തെ ഭാഗമാണ്. എന്താണ്? അല്ല, 5-ാമത്തെ വാക്യത്തിന്റെ അവസാനം ലോർഡ് ഈസ് നിയർ. നമ്മൾ മലയാളത്തിൽ അത് വായിക്കുന്ന സമയത്ത് വരുവാൻ എന്നുള്ളൊരു വാക്കൂടെ അത് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഓ കുറിയോൻ എൻഗൈസ് എന്നാണ് ഗ്രീക്ക്. പൗലോസ് എഴുതിയ വാക്കല്ല വരുവാൻ എന്നുള്ള വാക്ക്. ഇംഗ്ലീഷിലൊക്കെ നമ്മൾ നോക്കി, കർത്താവ് അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? ആങ്ഷ്യസ് ആകേണ്ട കാര്യമില്ല. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? എപ്പോഴും സന്തോഷിക്കണം. ഈ അടുത്തിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സാംസന്റെ അടുത്താണ് ഇരിക്കുന്നത്, അഗസ്റ്റിൻ ബ്രദറാണ് ഇരിക്കുന്നത്, അല്ലെ? അടുത്തിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? എന്താ? കൂടെ കർത്താവ് തൊട്ടടുത്ത് ഉണ്ട്, ഇരിപ്പുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യരുത്? ഡു നോട്ട് ബി ആങ്ഷ്യസ്. കർത്താവ് തൊട്ടടുത്ത്, നിന്റെ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ഒക്കെ കർത്താവ് തൊട്ടടുത്ത് ഇരിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യരുത്? എന്ത് ചെയ്യണം? റിജോയ്സ് ഇൻ ദ ലോർഡ്. നമ്മുടെ പ്രയാസങ്ങളിൽ, നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ, ഈ കൂരിരുളിന്റെ അനുഭവങ്ങളിൽ കർത്താവ് തൊട്ടടുത്തുള്ളപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? റിജോയ്സ് ആൻഡ് ഡോണ്ട് ബി ആങ്ഷ്യസ്. ഓരോ കാർമേഘത്തിലും ഒരു മഴവില്ലിന്റെ അനുഭവം ഒളിഞ്ഞിരിപ്പുണ്ട്. സ്തോത്രം. 2-ാമത്തെ ഒരു കാര്യം,
ഈ മഴവില്ലെന്ന് പറയുന്നത്, ഈ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് മടങ്ങി വരാം. മഴവില്ലെന്ന് പറയുന്നത് ഒരു ഉടമ്പടിയുടെ നിയമമാണ്. എന്താണ്? ഒരിക്കൽ കൂടെ ഞാൻ ഈ ലോകത്തെ വെള്ളത്താൽ നശിപ്പിക്കുകയില്ല. കഴിഞ്ഞ 5000-6000 വർഷമായിട്ട് ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഉടമ്പടി എവിടെയെങ്കിലും മാറ്റിയിട്ടുണ്ടോ? ഈ കവനന്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? എവിടെയെങ്കിലും ലോകം മുഴുവനും ജലപ്രളയത്തെ നശിച്ചായിട്ട് ഒരു വാർത്ത പോലും നാം കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. നശിച്ചെങ്കിൽ നാം ഇവിടെ കാണുകയും ഇല്ലായിരുന്നു. ഈ 5000-6000 വർഷത്തെ ദൈവത്തിന്റെ ആ ഫെയ്ത്ത്ഫുൾനെസിന്റെ, വിശ്വസ്തതയുടെ ഒരടയാളമാണ് ഏത്? മഴവില്ല്. അത് മാത്രമല്ല, ഈ ദൈവം ഇത്രത്തോളം വിശ്വസ്തനാണ്, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണെങ്കിൽ നമ്മുടെ കാര്യത്തിൽ എന്താണ്? നൽകിയ എല്ലാ വാഗ്ദത്തങ്ങളിലും എന്തായിരിക്കും? ദൈവം വിശ്വസ്തനായിരിക്കും. ലോർഡ് ഈസ് നിയർ എന്ന് പറഞ്ഞാൽ എന്നതിന്റെ അർത്ഥം എന്താണ്? ദൈവം അടുത്തുണ്ട്. നാം അത് കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. നാം കർത്താവ് അടുത്തുണ്ടെന്ന് പറഞ്ഞാൽ, അടുത്തിരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ കർത്താവ് അടുത്തിരിപ്പുണ്ട്. അതുകൊണ്ട് ആ കർത്താവിന്റെ സാന്നിധ്യത്തിൽ നമ്മുടെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ബുദ്ധിമുട്ടുകളെയും നാം നേരിടുമ്പോൾ അത് മഴവില്ല് പോലെ മനോഹരമായ അനുഭവങ്ങളാക്കി അതിനെ മാറ്റുന്നു. റെയിൻബോ ഇസ് എ സിംബൽ ഓഫ് ഹിസ് കവനന്റ്. എന്നാൽ അതുപോലെ തന്നെ മറ്റൊരു സിംബലിനെ കുറിച്ചും ഇത് നമ്മെ ഓർമ്മിക്കുന്നത്. എന്താണ്? അൾട്ടിമേറ്റ് സിംബൽ ആണ് ഏത്? നമ്മൾ നശിക്കയില്ല എന്നുള്ളതിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള സിംബൽ ആണ് ഏത്? കർത്താവിന്റെ ക്രൂശ്. അതെ അല്ലേ? സ്വന്തം പുത്രനെയാണ് നമുക്ക് വേണ്ടി തന്നത്. ആ സ്വന്തം പുത്രനെ തകർത്താണ് നമുക്ക് ജീവനെ നൽകിയത്, സ്വർഗീയമായ അനുഗ്രഹങ്ങളെ നൽകിയത്. കർത്താവിന്റെ ബോണസിനെ കുറിച്ച് സംസാരിച്ചാൽ പറഞ്ഞു. ബോണസ് അല്ല നമുക്ക് നൽകിയത്. എന്താണ്? ഏറ്റവും വിലപ്പെട്ടതാണ് നമുക്ക് നൽകിയത്. അതുകൊണ്ടായിരിക്കാം എം.ഇ. ചെറിയാൻ സാറ് ഒരു പാട്ടിൽ ഇങ്ങനെ പാടിയിട്ടുണ്ടല്ലോ, തന്നുയിർ തന്ന ജീവനാഥൻ എന്നഭയം എന്നാൾ മുഴുവനും. അല്ലെ? തന്റെ ഉയിർ തന്ന ജീവനാഥൻ എന്നഭയം എന്നാൾ മുഴുവനും, ഒന്നിനും തന്നിടം ഒഴികെ, തന്റെ സാന്നിധ്യം ഒഴികെ എന്താണ്? വേറെങ്ങും പോകയില്ല, താൻ മതിയാം. ആമേൻ. ഇതാണ് ഒരു ഭക്തന്റെ ജീവിതം. ഈ കർത്താവിനെ വിട്ട്, കർത്താവിന്റെ സാന്നിധ്യം ഇല്ല എന്ന് വിചാരിച്ച് നാം അലറി ഉടലിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്, സമാധാനക്കേട് ഉണ്ടാകുന്നത്, തകരുന്നു എന്ന് നമുക്ക് തോന്നുന്നത്. എന്നാൽ കർത്താവ് കൂടെ ഉണ്ടപ്പോൾ ഏത് തകർച്ചയും, ഏത് ബുദ്ധിമുട്ടും, ഏത് പ്രയാസങ്ങളും എന്താണ്? ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള അനുഭവങ്ങളായിട്ട് അത് മാറുന്നു. അത് മാത്രമല്ല, റെയിൻബോ പോയിന്റ്സ് അവർ ഹോപ്പ്. അല്ലെ? നമ്മുടെ ദുഃഖങ്ങളാകട്ടെ, നമ്മുടെ മരണമാകട്ടെ, അത് അതിന്റെ അവസാനമല്ല. അതിന്റെയൊക്കെ മുകളില് ഒരു മഴവില്ല് പോലെ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഒരു ആർച്ചായിട്ട് ഇരിക്കുന്നു. മരണം ജീവിതത്തിന്റെ അവസാനമല്ല. ഈ ചാൾസിനെ കൊന്നവരൊക്കെ വിചാരിച്ചു കാണും ഇതോടുകൂടെ ഇത് തീർന്നു. പക്ഷെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതം അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഒരു നിത്യമായിരിക്കുന്ന ഒരു ഹോപ്പ് അതിന് പിന്നിലുണ്ട്. എന്താണ്? ഒരു ഓവർആർക്കിംഗ് ഹോപ്പ്. ഐ വിൽ കം അഗെയിൻ. ഞാൻ എവിടെ ആയിരിക്കുന്നു അവിടെ നിങ്ങളും ആയിരിക്കും. അതാണ് ആ വാഗ്ദത്തം എന്ന് പറയുന്നത്. സോ റെയിൻബോ ഒരു കവനന്റിന്റെ സീലാണ്. അത് നമ്മളെ ക്രൂസിനെ സൂചിപ്പിക്കുന്നു. ഈ ക്രോസ് നമുക്ക് എന്ത് നൽകുന്നു? ഒരു ഹോപ്പ് നൽകുന്നു. എന്താണ്? മരണം ജീവിതത്തിന്റെ അവസാനമല്ല, രോഗങ്ങൾ ജീവിതത്തിന്റെ അവസാനമല്ല, എന്താണ് തകർച്ച ജീവിതത്തിന്റെ അവസാനമല്ല. ഒന്നിനും നമുക്ക് തമ്മിൽ തകർക്കാനായിട്ട് കഴിയില്ല. ഐ വിൽ കം അഗെയിൻ. ഞാൻ വീണ്ടും വരും. ഞാൻ എവിടെ ആയിരിക്കുന്നു അവിടെ നിങ്ങളും ആയിരിക്കും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആരെങ്കിലും ജീവിതത്തിന്റെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിൽ, ബുദ്ധിമുട്ടേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിൽ, ക്ഷീണിച്ചു ഇനി മതി എന്ന് നാം പറയുന്നെങ്കിൽ, മഴവിലിന്റെ അനുഭവം നമ്മൾ ഓർത്തുകൊള്ളുക. കർത്താവിന്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെയുണ്ട്. ലോർഡ് ഈസ് നിയർ. കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. ആ കർത്താവിന്റെ സാന്നിധ്യം നിങ്ങളുടെ കാരിരുൾ മൂടിയ അനുഭവങ്ങളിൽ കടന്നു വന്ന് അതിനെ മനോഹരമായ അനുഭവങ്ങളായിട്ട് എന്ത് ചെയ്യും? മാറ്റും. ആരെങ്കിലും കർത്താവിനെ കൈവിട്ടോ എന്ന് ഡൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, കർത്താവിനോട് കൂടെ ഉണ്ടോ ഡൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, എന്താണ്? അവന്റെ ആ ഉടമ്പടിയുടെ മുദ്രയിൽ വിശ്വസിക്കുക. ട്രസ്റ്റ് ഇൻ ഹിസ് കവനന്റ്. ആരെങ്കിലും പേടിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു, ഇനി ഒരു പേടിയുടെ അനുഭവം ഉണ്ടെങ്കിൽ അവന്റെ ആ ഹോപ്പിനെ ക്ലെയിം ചെയ്യുക.
ആമേൻ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. സോ നാം നോഹയുടെ അനുഭവത്തിൽ നമ്മൾ കണ്ടു എന്താണ് നാം കണ്ടത്? ഓരോ മേഘത്തിലും ഒരു മഴവില്ലിന്റെ സാന്നിധ്യം ഉണ്ട്. നമ്മുടെ ഏതൊരു പ്രതിസന്ധികളിലും എന്തുണ്ട്? ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. അതിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മുടെ പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ എന്തായിത്തീരും? മനോഹരമായ അനുഭവങ്ങളായിട്ട് തീരും. രണ്ടാമത് നാം ചിന്തിച്ചെന്തായിരുന്നു? ആ റെയിൻബോ എന്ന് പറയുന്നത് കവനന്റ് ആണ്, ഒരു ഉടമ്പടിയുടെ മുദ്രയാണ്. അൾട്ടിമേറ്റ് കവനന്റ് നമ്മൾ എവിടെയാണ് കാണുന്നത്? കർത്താവിന്റെ ക്രൂസിലാണ്. ക്രൂസ് ഉള്ളിടത്തോളം കാലം നമുക്ക് എന്തുണ്ട്? വിജയം ഉണ്ട്. ക്രൂസ് ഉള്ളിടത്തോളം കാലം നമുക്ക് എന്തുണ്ട്? ഒരു പ്രത്യാശയുണ്ട്. ആ ക്രൂസ് അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ക്രൂശിക്കപ്പെട്ട കർത്താവ് ക്രൂസിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. കർത്താവ് പറയാണ്, ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കും. ഐ വിൽ കം അഗെയിൻ. ഈ ഭാഗ്യകരമായിരിക്കുന്ന പ്രത്യാശ 3 അനുഭവങ്ങളിലൂടെ നമ്മൾ നടത്തുന്നു. ക്ഷീണിച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യം നൽകി നമ്മെ ധൈര്യപ്പെടുത്തുന്നു. സംശയിക്കുന്ന സമയത്ത് നമുക്ക് ആ ക്രൂസിലേക്ക് നോക്കാം. ഈ ക്രൂസിൽ കർത്താവിനെ തന്ന് നമ്മെ രക്ഷിക്കാൻ മനസ്സായെങ്കിൽ എന്താണ്? ഇതിനപ്പുറമായിട്ട് കർത്താവ് നമ്മെ കൈവിടുകയില്ല. അത് നമുക്ക് ഉറപ്പായിട്ട് വിശ്വസിക്കാം. ആരെങ്കിലും ഭയപ്പെടുന്നതിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ അവന്റെ ആ വാഗ്ദത്തങ്ങളിൽ നമുക്ക് മുറുകെ പിടിക്കാം. മഴവില്ല് 5000 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. കർത്താവ് ഇന്നുവരെ നശിപ്പിച്ചിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് കൂടെയുണ്ട്. കർത്താവ് ഒരിക്കലും നമ്മെ കൈവിടുകയില്ല. ഈ ഒരു അനുഭവത്തിൽ ജീവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ജേക്കബ് സാർ പ്രാർത്ഥിക്കാനായിട്ട് സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾക്കായിട്ട് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ കാർമേഘം നിറഞ്ഞ, കൂരുകൾ നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തിലൊക്കെയും മഴവില്ല് പ്രത്യക്ഷമായതുപോലെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കുമെന്ന് ഞങ്ങൾ കേൾപ്പിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യും. നീ ഞങ്ങളോട് കാണിക്കുന്ന ആ സ്നേഹത്തിനായിട്ട്, നീ ഞങ്ങളോട് ചെയ്ത ഉടമ്പടിക്കായിട്ട് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. ക്രൂശിൽ കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി സകലവും ചെയ്തു കൊടുത്തിരിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി അത്രയും ചെയ്ത ദൈവം ഞങ്ങളെ ഇനിയും ഞങ്ങളുടെ പ്രതിസന്ധികളുടെ മധ്യത്തിലും ഞങ്ങൾ മുമ്പോട്ട് നയിക്കുവാൻ അങ്ങ് മതിയായ ദൈവമായതോർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്തു. അങ്ങയിൽ മുഴുവനായിട്ടും ആശ്രയിക്കുവാനും ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ പൗലോസ് ക്രിസ്തുവിൽ സന്തോഷിച്ചതുപോലെ സന്തോഷിക്കുവാനായിട്ടും ഞങ്ങളെ നീ സഹായിച്ചാണെന്ന് പ്രാർത്ഥന. ഞങ്ങളുടെ പ്രത്യാശ യേശു ക്രിസ്തുവിലായിരിക്കാൻ സഹായിക്കണം. ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളുടെയും പ്രതിസന്ധികളുടെ മധ്യത്തിൽ തളർന്നു പോകാതെ യേശുവിലേക്ക് നോക്കി ജീവിപ്പാൻ ഞങ്ങൾ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട ചിന്തകൾക്കായിട്ട് സ്തോത്രം. ദൈവത്തിന്റെ ദാസനെ വീണ്ടും അങ്ങനെ കാര്യങ്ങൾ ഉപയോഗിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കും. ഇത്രയും സമയം ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളുടെ ആരാധനയിൽ ദൈവസാന്നിധ്യം പകർന്ന് ദൈവത്തിന്റെ ആലോചനകളാലും ദൈവശബ്ദത്താലും ഞങ്ങളെ അനുഗ്രഹിച്ചതിനായിട്ട് നന്ദി പറയുന്നു. പ്രാർത്ഥനയായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവുടെ കൂട്ടായ്മയും സഹവാസവും കേട്ട വചനങ്ങളുടെ മേലും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും മേലും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ.